ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി നയനയെ സ്നേഹിച്ചു തുടങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദേവയാനിയെ സഹായിക്കാൻ നയന മാത്രമേ ഉള്ളൂ എന്ന സത്യം ദേവയാനി മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ അമ്മയും മകളും ആയി തന്നെ ദേവയാനി നയനയും തുടർന്നും കൊണ്ടിരിക്കുകയാണ്. അനാമിക എന്ന വിഷജന്മത്തെ ദേവയാനി പിന്നീട് അടുപ്പിക്കാതായി തുടർന്നിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം നയന കിട്ടിയ ആ ഒരു സമയമല്ലേ, അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ദേവയാനിയുടെ മുന്നിൽ നയന തെളിയിക്കണമല്ലോ. അങ്ങനെ നയന ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഈ വീട്ടിൽ നിന്നും അമ്മ കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ അച്ഛനൊക്കെയാണ് മോഷ്ടിച്ചതെന്ന് അമ്മ പറഞ്ഞല്ലോ. അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അമ്മക്ക് മുന്നിൽ എനിക്ക് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ, മോളെ, ഒരുപാട് തെറ്റുകൾ ഈ അമ്മ ചെയ്തിട്ടുണ്ട്. നീ ഇപ്പോൾ എന്നെ കുത്തി മുറിവേൽപ്പിക്കുകയാണോ? ഞാൻ ചെയ്ത തെറ്റുകൾ നീ ഓർമ്മപ്പെടുത്തുകയാണോ? ഒരിക്കലും അല്ല അമ്മേ. ആ സ്വർണം എവിടെയെന്നുള്ളതിൻ്റെ സത്യം അറിയണ്ടേ? കാരണം അനാമികയ്ക്ക് കൊടുത്ത സ്വർണം അനാമികയുടെ റൂമിൽ നിന്നാണ് പോയിരിക്കുന്നത്. അവിടോട്ട് അനിയും അവളും മാത്രമാണ് കയറാറുള്ളത്. പിന്നെ മീനാക്ഷി എടുത്തി എപ്പോഴെങ്കിലും. അങ്ങനെയാണെങ്കിൽ മീനാക്ഷി എടുത്തി ആ സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വീട്ടിലെ വേലക്ക് വരില്ലായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം അവൾ തന്നെ ആ സ്വർണം മാറ്റി വെച്ചിരിക്കുന്നത്. അതെനിക്ക് നന്നായി അറിയാം മോളെ. കള്ളക്കൂട്ടങ്ങളാണ് 3 പേരും എന്നിങ്ങനെ പറയുമ്പോൾ, അമ്മേ, ഞാൻ പറയുന്നത് പോലെ അമ്മ ഒന്ന് ചെയ്യുമോ? എന്താ മോളെ ഞാൻ ചെയ്യേണ്ടത്? അതെ, അനാമികയുടെ കയ്യിൽ ആ സ്വർണ്ണമുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി അനാമികയോട് ആ സ്വർണം കൊണ്ടുവരാൻ പറയുമോ? അതെങ്ങനെ മോളെ? കൊടുത്ത സ്വർണ്ണം ഇങ്ങനെ തിരിച്ചു ചോദിക്കുക? അങ്ങനെ വേണ്ട അമ്മേ, ഒരു പണി ചെയ്താൽ മതി. ഇവിടെ എല്ലാവരുടെയും സ്വർണം, പഴയ സ്വർണം പുതുതാക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ആ സ്വർണം ഇങ്ങ് തന്നേക്ക് എന്ന് അനാമികയോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഉടനെ തന്നെ ദേവയാനി പറയണേ, അത് നല്ല ഐഡിയ ആണല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനാമികയുടെ അടുത്തോട്ട് ദേവയാനി പോവാണ്. മോളിപ്പോൾ എന്താ പഴയതുപോലെയൊന്നും എൻ്റെ അടുത്തോട്ട് വരാറില്ലല്ലേ? എന്ത് പറ്റി? ഈ വല്യമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ടാണോ? ഏയ്, അങ്ങനെയല്ല വല്യമ്മേ. വല്യമ്മക്ക് ആളുകൾ അധികം അടുത്ത് കഴിഞ്ഞാൽ ഇനി വല്യമ്മക്ക് വലിയ രോഗങ്ങളൊന്നും വരണ്ട എന്ന് കരുതിയാണ് ഞാൻ വരാത്തത്. അങ്ങനെയാണല്ലേ? അത് തന്നെയാണ് വല്യമ്മേ. എന്നാൽ മോളെ, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എന്താ വല്യമ്മേ? എൻ്റെ വല്യമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാൽ മോളെ, ഞാൻ തന്ന സ്വർണ്ണമില്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ അനാമികയുടെ കൈയും കാലും വിറയൽ തുടങ്ങി. എന്താ വല്യമ്മേ? എന്താ വല്യമ്മ തന്ന സ്വർണ്ണത്തെക്കുറിച്ച് ചോദിക്കുന്നത്? എൻ്റെ വല്യമ്മക്ക് സംശയമായോ? അയ്യോ, ഞാനൊന്ന് പറയട്ടെ, അതിനു മുന്നേ നീ ഇങ്ങനെ സംസാരിക്കില്ലേ. ഞാൻ തുറന്ന സ്വർണ്ണമില്ലേ, അത് നീ എടുത്തു കൊണ്ടുവരുമോ? എന്തിനാ വല്യമ്മേ ഞാനതിപ്പോൾ എടുത്തു കൊണ്ടുവരുന്നത്? അതെ, ഇവിടെ എല്ലാവരുടെയും സ്വർണം പഴയത് പുതുതാക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇതും പഴയതാണല്ലോ. ഇത് അങ്ങ് കൊടുക്കാനാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന അനാമിക, തനിക്ക് എങ്ങനെ കള്ളം പറയാനും കിട്ടുന്നില്ല. താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അനാമിക ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം തന്നെ അനാമിക ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനി പറയും, നീ എന്താ നിന്ന് പരിങ്ങുന്ന്, പെട്ടെന്ന് കൊണ്ടുപോവാ, തട്ടാൻ താഴെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനാമിക പറയുന്നത്, വല്യമ്മേ, എനിക്ക് ആ സ്വർണം വല്യമ്മ തന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതെ, വല്യമ്മ അത് തന്നതാണെങ്കിൽ വല്യമ്മ അത് പഴയത് പുതിയതാക്കേണ്ട. എനിക്ക് ഈ പഴയ സ്വർണ്ണാഭരണത്തിനോട് വലിയ മതിപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കളറിൽ ഇടുന്നതാണ് അത് അതിൻ്റേതായ ഭംഗി. ഇന്നത്തെ ഫാഷൻ പോലെ ഇന്നത്തെ ആ സ്വർണം പുതുക്കിക്കഴിഞ്ഞാൽ ആ ഒരു പൂഷലിൽ അങ്ങനെയല്ലേ കാണുകയുള്ളൂ. അതുകൊണ്ട് അത് വേണ്ട വല്യമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടോ. അങ്ങനെ ദേവയാനി എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകുന്നു കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ നയനയോട് ചെന്ന് ദേവയാനി പറയാണ്, അവളുടെ മുഖത്ത് തന്നെ ഒരു പതർച്ചയുണ്ട്. എന്തായാലും അവൾ കള്ളത്തിയാണ്, ഇത്രയും വലിയൊരു പെരുങ്കള്ളിയാണ് ഈ വീട്ടിൽ കയറ്റി കൂട്ടിയത്. എൻ്റെ അനിമോൻ്റെ ജീവിതം ആലോചിച്ച് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. പിന്നെ അധികം ചോദ്യം ചെയ്യാനും വയ്യ. ജാനകിയോട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ എന്നിങ്ങനെ ദേവയാനി പറയണം കേട്ടോ. അപ്പോൾ ഇതേ സമയം നയന പറയാം, അമ്മേ, വഴി ഞാൻ തന്നെ പറഞ്ഞു തരാമെന്ന് പറയണേ. ഇതേ സമയം അനാമികയുടെ അച്ഛനും അമ്മയും വിളിക്കണേ മോളെ എന്ന് പറഞ്ഞ് വിളി കേൾക്കുമ്പോൾ തന്നെ, അമ്മ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നോട് പണം ചോദിച്ചോ സ്വർണം ചോദിച്ചല്ലേ വിളിക്കുന്നത്. അപ്പോൾ അത് കേട്ട ഉടനെ, മോളെ, നീ പണമോ സ്വർണമോ തന്ന് സഹായിക്കേ എന്നിങ്ങനെ പറയുമ്പോൾ, അമ്മേ, അച്ഛൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരെയൊക്കെ കൂടുതൽ എനിക്ക് നന്നായി അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മക്കും പണം തരും. പക്ഷേ ഇപ്പോഴെനിക്ക് ഒന്നും തരാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? അവരെന്നോട്, ആ ദേവിയനില്ലേ, അവരെന്നോട് ഇപ്പോൾ സ്വർണം ചോദിച്ചിരിക്കുന്നു. അതെന്താ മോളെ? അവർക്ക് നിന്നോടിപ്പോൾ ഇഷ്ടമൊന്നുമില്ല പഴയതുപോലെ? അതുകൊണ്ടാണ് എന്താ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ദേവയാനിയെ നോക്കുന്നത്, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ നയനയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അടുക്കൽ പോലുമില്ല. അപ്പം നയന എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നോട് ആ സ്വർണം ചോദിച്ചതെന്ന് പറയാനിട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ, എന്നാൽ നീ ഒരു പണി ചെയ്യും, നീ എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം താ എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ ഇന്ന് രാത്രി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് വർക്ക് ആവണമെങ്കിൽ അച്ഛനെയും അമ്മയും വിളിക്കാൻ
പറയാനിട്ടോ മോളെ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. ഇപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് നീ പെട്ടെന്ന് തട്ടിക്കൂട്ട് നുണയെ അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് സ്വർണ്ണം എൻ്റെ പഴയത് മതി എനിക്ക് പുതുക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരത് വിശ്വസിച്ചു എന്ന് നീ വിശ്വസിക്കണം. അതൊക്കെ എനിക്ക് അറിയാം അമ്മേ, ഞാൻ നോക്കി കണ്ടേ ചെയ്യുള്ളൂ എന്ന് പറയാനിട്ടോ. ഇതേ സമയം മൂർത്തിയാണെങ്കിൽ ഒരു സ്ഥലം വരെ പോയിരിക്കായിരിക്കും. അന്ന് രാത്രി അവിടെ ഉണ്ടാവില്ല. അതുതന്നെയാണ് തനിക്ക് തക്ക സമയം എന്ന് മനസ്സിലാക്കുന്ന അനാമിക എന്ത് ചെയ്യുന്നു, മുത്തശ്ശിയുടെ സ്വർണം കക്കാമെന്ന് തീരുമാനമെടുക്കണം കേട്ടോ. പക്ഷേ നയനയും ദേവിയാനി ഇവളെ ഇനി എന്ത് ചെയ്യും? ഇവൾ ഇനിയിപ്പോൾ ആ സ്വർണത്തിന് വേണ്ടി ഈ വീട്ടിൽ നെട്ടോട്ടം ഓടുമോ? ഇവളുടെ അടുത്ത പരിപാടി എന്ത് എന്നറിയാൻ ദേവിയാനി ഈ അനാമികയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയും കൂടെയുണ്ട്. അങ്ങനെ അനാമിക നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ടാണ് പോകുന്നത്. ഈ സമയം മുത്തശ്ശി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഉറങ്ങുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് എണീക്കൊന്നുമില്ലല്ലോ, കാരണം മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് കൊണ്ട് മുത്തശ്ശി പെട്ടെന്ന് എണീക്കുന്നില്ല. അങ്ങനെ മുത്തശ്ശിയുടെ ആമാടപ്പെട്ടിയിൽ നിന്ന് മുത്തശ്ശിയുടെ സ്വർണ്ണം എടുക്കണം കേട്ടോ. എന്നിട്ട് അതെടുത്ത് പുറത്ത് പോകുമ്പോൾ ദേവയാനി ഏട്ടി പെരുങ്കളി നീ ഇതെടുക്കുന്നോ എന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി അവളുടെ മുന്നിലോട്ട് അങ്ങ് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നയനെ തടയാൻ വേണ്ടമ്മേ, ആ സ്വർണം ഇപ്പോഴിവിടെ നിന്നും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അമ്മയെയും എന്നെയും കുറ്റക്കാരിയാക്കും. അതുകൊണ്ട് അത് വേണ്ട. ഈ വീട്ടിൽ മുത്തശ്ശനില്ല. പിന്നെ ജാനകി ആൻറ്റി ഉറങ്ങുകയാണ്. അപ്പം ആൻറ്റി ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹിളേമ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ അനാമിക പറയുന്നതേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയണം കേട്ടോ. അത് നീ പറഞ്ഞത് ശരിയാണെന്ന് ദേവയാനി പറയാണ്. അങ്ങനെ അനാമിക നേരെ പോകുന്നത് തൻ്റെ ഫോൺ എടുത്തിട്ട് തൻ്റെ അച്ഛനും അമ്മക്കും വിളിക്കുകയാണ്. അമ്മയും അച്ഛനും നാളെ രാവിലെ തന്നെ വന്നോളൂ, ആ മുത്തശ്ശിയുടെ സ്വർണ്ണം ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്നെ പിടിക്കപ്പെടുമെന്ന് പറയുന്നതും ഇവർ കേൾക്കണം കേട്ടോ. ഇപ്പോഴെന്തായി അമ്മേ എന്നിങ്ങനെ നയനെ പറയാണ്. അങ്ങനെ നാളെ രാവിലെ ആവട്ടെ, ഇവളുടെ കള്ളക്കളി ഞാൻ എല്ലാവർക്കും മുന്നിൽ പൊളിച്ച് ഊരുമെന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം അനാമിക എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും തൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ വരികയാണ്. രേവതിയും ഈ പറയുന്ന വേണു ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനാമിക അമ്മയും അച്ഛനെയും ഇങ്ങനെ സൽക്കരിക്കുക. അപ്പോൾ അവരുടെ കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടാവും. ഇത് മോളെ നിനക്ക് നല്ലൊരു സാരി വാങ്ങിയതാണ്, ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയം ജാനകി പറയാണ്, നിങ്ങൾ എപ്പോൾ മോളെ കാണാൻ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ടാണല്ലോ വരിക, നിങ്ങൾ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അനാമിക മോളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് ദേവയാനി ഒപ്പം കൂടാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരൊറ്റ മോളയല്ലേ ഉള്ളൂ, എവിടെ പോയാലും എൻ്റെ മകൾക്ക് അത് ഇട്ടിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം തോന്നാണ്, അതുകൊണ്ട് എടുത്തതാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അമ്മ ആ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഞാൻ ദേവയാനോട് പറയണേ, അമ്മ ഇനി കണ്ടോ, ഇപ്പോൾ ആ സാരിയുടെ പേരിൽ ആ പൊതിയുമായി അങ്ങ് പോയില്ലേ, ഇനി ആ പൊതി തിരിച്ചിങ്ങോട്ട് എനിക്ക് എന്നെ കൊണ്ടുവരുന്നത് കാണാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ സമയം ദേവയാനി കാണാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങാൻ അനാമിക തന്നെ പറയാൻ കേട്ടോ. അങ്ങനെ അമ്മ ഇനി നിൽക്കണ്ട, അധികം നിൽക്കുന്നവരും പിടിക്കപ്പെടും എന്നൊരു പേടിയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് രേവതിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രേവതി താഴോട്ട് വരികയാണ് കേട്ടോ. രേവതി വന്ന പാടെ ഞങ്ങൾ പോട്ടെ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ദേവേനി ചോദിക്കും, ഇതെന്താ ഒരു കവറ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേ അമ്മക്ക് കുറച്ച് പലഹാരങ്ങൾ കൊടുത്തതാണ്, കുറച്ച് സ്വീറ്റ്സ് ആണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്താകുമ്പോൾ നീ കാണിക്കുന്നത്, എത്ര കുറച്ചാണ് അമ്മക്ക് സാധനങ്ങൾ കൊടുക്കുന്നത്, ഇവിടെ ഇഷ്ടം പോലെ പലഹാരങ്ങളില്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് അതങ്ങ് പിടിച്ച് വാങ്ങുമ്പോൾ ആ സ്വർണ്ണങ്ങളെല്ലാം താഴെ വീഴണം കേട്ടോ. ഇതോടുകൂടി മുത്തശ്ശിയുടെ സ്വർണ്ണമാണല്ലോ എന്ന് അവിടെ വസുന്ധര പറയാണ്. അയ്യോ ഇത് എൻ്റെ മാലയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അനാമികയും ഈ പറയുന്ന രേവതിയും വേണു ആകെ നിന്നോടത്ത് കിടന്ന് പരിങ്ങണം കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ മുത്തശ്ശൻ വേണുവിനോട് ചോദിക്കും, ഇതെന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക അത് മുത്തശ്ശ എന്ന് പറയുമ്പോൾ ശബ്ദിക്കരുത്, ഒരുപാട് കള്ളങ്ങൾ ചെയ്തു കൂട്ടി ഇനിയും ആവർത്തിക്കുന്നു. അപ്പോഴേക്കും ദേവയാനി പറയണേ, എടി നീയാണ് ഇവിടുത്തെ ഓരോ സ്വർണ്ണാഭരണങ്ങൾ കക്കുന്നതെനിക്ക് ഇന്നലെ രാത്രി തന്നെ എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ നീ ഇത് എവിടം വരെ കൊണ്ടുപോകും, ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടോ നിൻ്റെ അച്ഛനും അമ്മയും എന്നുള്ള സത്യം അറിയാൻ വേണ്ടിയാണ് ഇന്ന് ഈ നേരം വരെ ഞാൻ കാത്തുനിന്നത്. കാരണം ഈ പറയുന്ന ജാനകി, ഞാൻ ഈ പറയുന്ന ജാനകിയുടെ മരുമകളെ മനഃപൂർവ്വം ഞാൻ തട്ടുകയാണ് എന്നൊരു തോന്നൽ അവളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ നിൻ്റെ മുഖംമൂടി വലിച്ചൂരാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നിങ്ങനെ ദേവയാനി പറയാൻ കേട്ടോ. അമ്മയുടെ റൂമിൽ കയറി നീ സ്വർണം മോഷ്ടിക്കുന്നതും പിന്നീട് നീ നിൻ്റെ അച്ഛനമ്മമാർക്ക് വിളിച്ചു പറയുന്നത്, ഇതെല്ലാം ഞാൻ ഇന്നലെ നിന്നെ ഫോളോ ചെയ്ത് കണ്ടതാടി എന്ന് പറയുമ്പോൾ അനാമിക ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ.